നമ്മളൊരു കാര്യം ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്നൊക്കെ പറയാറില്ലേ? ഇതിന് യൂസ് ചെയ്യാൻ പറ്റിയ ഇംഗ്ലീഷിലുള്ള 2 ഫ്രേസസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഐ വിഷ് ഐ ഹാഡ്, രണ്ടാമത്തേത് ഇഫ് ഓൺലി ഐ ഹാഡ്. രണ്ടും മീൻസ് ദ സെയിം തിങ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ളൊരു മീനിങ് ആണ്. സോ നമുക്ക് അതിനെ വെച്ച് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ വൈഷ്ണവിയോട് ചോദിക്കുന്നുണ്ട്. ആൾ അതിന് കറക്റ്റ് ആൻസർ തരുമോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഞാൻ പറയാം. എക്സാമിന് മര്യാദയ്ക്ക് പഠിച്ചാൽ മതിയായിരുന്നു. ഇതെങ്ങനെ പറയാ? I wish I had studied properly for the exam. ഓക്കെ, ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡീഡ് പ്രോപ്പർലി ഫോർ ദ എക്സാം. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഫ്രേസ് ആണ് ഐ വിഷ് ഐ ഹാഡ്. ഓക്കെ, അടുത്തത് ക്യാഷ് സേവ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ ട്രിപ്പിന് പോവാമായിരുന്നു. ഇത് ഇഫ് ഓൺലി ഐ ഹാഡ് വെച്ചിട്ടൊന്ന് പറയാൻ ട്രൈ ചെയ്തേ. If only I had. ആ വേർഡ് ഞാൻ ഫ്രേസ് ഞാൻ തീരെ കേട്ടില്ല. അപ്പൊ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇഫ് ഓൺലി ഐ ഹാഡ് സേവ്ഡ് ഇനഫ് ക്യാഷ് ഐ കുഡ് ഹാവ് ഗോൺ ഫോർ ദ ട്രിപ്പ്, അങ്ങനെ പറയാം. ഓക്കെ, അടുത്തത് കല്യാണത്തിന് കുറച്ചുകൂടെ ഫോട്ടോസ് എടുത്താൽ മതിയായിരുന്നു. ഇതെങ്ങനെ പറയാ? I wish I had taken more photos during the wedding. ഡ്യൂറിങ് ദ വെഡിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ലേറ്റ് ആവില്ലായിരുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് കമന്റ് ഡൗൺ ബിലോ.